ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോയാണ്. പല ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞായറാഴ്ച മാളു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ തേക്കുന്നുണ്ട്. മാളു എൻ്റെ കസിനാട്ടോ. രാവിലെ ചോറ് വലിയ കുക്കറിലാണ് വെച്ചേക്കുന്നത്. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ചോറൊക്കെ വലിയ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുരിങ്ങക്കായും തക്കാളിയും മാങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് ചാറുകറിയും വെക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസം നല്ല തിരക്കുള്ള ദിവസമാണ്. എല്ലാവരും ഓടി നടന്ന് ഓരോരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരും എഴുന്നേറ്റിട്ടുണ്ട്. പിള്ളേരെയൊക്കെ ഇനി കുളിപ്പിക്കുകയും പല്ല് തേപ്പിക്കുകയും ഒരുക്കുകയും ഒക്കെ വേണം. മമ്മി ഇതാ മാങ്ങായും പിന്നെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ കുക്കറിലേക്ക് അരിഞ്ഞൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോകാം. തുണി അലക്കാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അലക്കിയും വിരിച്ചിട്ടിട്ട് വേണം പോകാൻ. ബീട്രൂട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞെടുക്കുവാണേ. ഇതിൻ്റെ കൂടെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് അരിഞ്ഞ് എടുക്കാം. ഇപ്പം പച്ചമുളക് തലേദിവസം എന്തോ കറി വെച്ചതിൻ്റെ ബാക്കി അരിഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പച്ചമുളക് ഈ കൂടെ ഇട്ടിട്ടില്ല. ഇങ്ങനെ ചോപ്പറിലെല്ലാം അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ എല്ലാവരും ഒന്നും എഴുന്നേറ്റ് വന്നില്ല. എഴുന്നേറ്റ് വന്നവർക്ക് മാത്രം കുറച്ച് കട്ടൻ കാപ്പി വെച്ചു. കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും തേങ്ങായും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് കൈ കൊണ്ടൊന്ന് തിരുമിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അതും അടുപ്പിലേക്ക് വെച്ച്. വെള്ളമൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ ആവിയിൽ ഇരുന്ന് വെന്തോളും. പിന്നെ പ്രാവൊക്കെ രാവിലെ തന്നെ കൂട്ടമായിട്ട് പറന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് തോരനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കുവാണേ. ഈ അരപ്പ് അരയ്ക്കുന്നിടം വരെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ പല്ലൊക്കെ തേപ്പിച്ച് ഒരുക്കാനൊക്കെ വേണ്ടി ഞാൻ പോയായിരുന്നേ. ഈ അരപ്പൊക്കെ ചേർത്ത് കറി ഒന്ന് ചൂടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ സാധാരണ കറിക്ക് കടുക് വറുത്ത് ഒഴിക്കാറില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടെ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ വീടിരിക്കാതെ മമ്മിക്ക് എന്ന സൈഡ് ഇരിക്കത്തില്ല, അത് അവിടെ നടക്കരുത്തില്ലായിരുന്നോ? ഇവിടെ ഇങ്ങനെ 2-3 ചേച്ചിമാർ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. മീനൊക്കെ വെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരം മമ്മി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ഒന്ന് കുതിർത്തിട്ട് അരച്ചെടുത്തതാണ്. ഒത്തിരി നേരം ഒന്നും വെള്ളത്തിലിടണ്ട, ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ടാൽ മതി. ചില ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും, അത് കുതിർക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ അല്ലാത്തതൊന്ന് കുതിർത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്ക് പഴം ചേർക്കുന്നുണ്ട്, 2-3 ചെറുപഴം. ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് എടുത്തേക്കുന്നത്. ഇത് വേവിക്കാതെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ വേവിക്കാതെ ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നത്. വല്ലാതെ വെന്ത് പോകുമൊന്നും വേണ്ട, ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് വേകുമല്ലോ. മമ്മി അക്സൻ രാത്രി ചോറൊന്നും കഴിക്കാറില്ല, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞാനിതുവരെ സ്മൂത്തി ഉണ്ടാക്കിയിട്ടില്ല. മമ്മി ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മമ്മി വൈകുന്നേരം കുറച്ച് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയതാണ്. രാത്രിയിലാണ് സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് വൈകുന്നേരം അങ്ങ് ഉണ്ടാക്കിയതാണ്. ഓട്സ് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ ആ മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ കുറച്ച് തേനും മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ചിയാ സീഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിയാ സീഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഈ ഒരു സ്മൂത്തി ഒഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാനെന്നും പറഞ്ഞ് മമ്മി എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ചിയാ സീഡ് കുറച്ച് നേരം കുതിർത്തിട്ടാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മെട്രോ കാണാനും മെട്രോയിൽ കയറാനും ഒക്കെ വേണ്ടിയിട്ട് പോകുക കേട്ടോ. ഞാനും പിള്ളേരും ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കുകയും കയറ്റുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോവുക. കുഞ്ഞിപ്പെണ്ണിൻ്റെ തലമുടിയിൽ മമ്മി ഏതാണ്ടൊക്കെയോ സ്ലൈഡുകളൊക്കെ കുത്തി അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആങ്ങളെയില്ല ഞങ്ങളുടെ കൂടെ, അവൻ എവിടെയോ പോയതായിരുന്നേ. അപ്പം ഞാനും പിന്നെ നാത്തൂനും പിള്ളേരും മമ്മിയും പിന്നെ മാളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. മാളു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല, അവൾ ജോലി സ്ഥലത്തേക്ക് പോവുക കേട്ടോ ചെയ്തേ. അങ്ങോട്ട് നിന്നോട്ട് ചെയ്താൽ പോകത്തില്ല കേട്ടോ. ഇതിലും നീളമുണ്ട് മെട്രോയ്ക്ക്, ഇവിടെ ഇത് ചെറുതാണ്. ചെറുവിടെ വലുപ്പത്തിലുണ്ടാക്കായിരുന്നു.
അവരിറങ്ങിയിട്ട് കയറാം ചേച്ചി. ഞങ്ങൾ തലോജലെ പെന്ത്രിന്ന് CBD ബേലാപ്പൂര് വരെ കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇതിന് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തെ വീഡിയോ ഒന്നും ശരിക്കും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലായിടത്തെയും മെട്രോയുടെ ഗ്ലാസ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് ഇതുപോലെ നെറ്റ് പോലെ ഉള്ളതാണ്. അതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ. കുഞ്ഞിപ്പെണ്ണ് അവിടെ മുട്ടയെ കുത്തിയിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നേ. ട്രെയിൻ പോകുന്നതും ഒക്കെ കാണാം നമുക്ക്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇരുട്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ വെട്ടമുള്ള സമയത്താണ് പോയത്. ചേച്ചി നോക്ക്. രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തി. വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലപോലെ. അതുകൊണ്ട് ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും കഴിക്കുക. പിള്ളേർക്കൊക്കെ എരിവില്ലാതെ കൊടുത്തു. അവരത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പിന്നെ കുറച്ച് എരിവോടെ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ കേട്ടോ കഴിച്ചത്. അവിടുത്തെ ഞാൻ പണ്ടെപ്പോഴും ഒരു വീഡിയോ കണ്ടായിരുന്നേ. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തുനിന്ന് ആൾക്കാരിങ്ങനെ നടക്കുമ്പോൾ കുറേ പ്രാവുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് പറന്നു പോകുന്നത്. അപ്പോൾ ഈ താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങോട്ട് ബോംബെയിലേക്ക് പോരുന്ന സമയത്ത് മമ്മിയോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്നെ എവിടെ കൊണ്ടുപോയില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ കൊണ്ടുപോയി കാണിക്കണം, എനിക്കിവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹം പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് കാണാൻ വേണ്ടി പോന്നായിരുന്നു. ഒത്തിരി തിരക്കൊക്കെ ആവുന്നതിന് മുമ്പേ ഞങ്ങളിവിടെ എത്തിയായിരുന്നേ. പ്രാവുകൾ പറക്കുന്നതൊക്കെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. രാവിലെ ഒന്നും കഴിച്ചൊന്നുമില്ല, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ലായിരുന്നു കേട്ടോ. പുറത്തുനിന്നായിരുന്നു ഭക്ഷണമൊക്കെ. ബജിപാവൊക്കെ കഴിച്ചു. ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴേ ഇവർ 3 പേരും ഒരുപോലത്തെ പ്രായമായതുകൊണ്ട് ആങ്ങളുടെ 2 പിള്ളേരും കുഞ്ഞിപ്പെണ്ണും വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ. 3 പേരെ നിയന്ത്രിക്കലും നോക്കലുമായിരുന്നു കേട്ടോ ഏറ്റവും വലിയ പണി. നല്ല ഇടിയും കൊള്ളിയാനും ഒക്കെ ഉണ്ടല്ലേ. മഴ വരുന്നുണ്ടോ? മഴ പെയ്യുമോ? മഴ പെയ്യുമോന്ന് അറിയത്തില്ല. മീനിന് തിന്നാൻ ബ്രെഡ് ഇട്ടിട്ടുണ്ടോ? ശർക്കരയാണോ ചോദിച്ചത്, തേങ്ങയാണോ എന്ന്? നീ ആയിട്ടെ? അല്ലല്ല, ഇതെന്താ സംഭവം? അതല്ലേ, ഇത് ചെറുതല്ലേ, അതിനകത്താ കൊണ്ടുവന്ന്. അങ്ങനത്തെ എത്ര എണ്ണം അവിടെ കിടക്കുന്നത്? അങ്ങ് വലിയതുണ്ട്. ഞങ്ങളിവിടുന്ന് ബോട്ടിൽ അലിബാഗിലേക്കൊന്ന് പോയിട്ട് വരണം എന്നൊക്കെ വിചാരിച്ച് ചോദിച്ചായിരുന്നേ. ചോദിച്ചപ്പം രാവിലെ ബോട്ട് പോയാൽ പിന്നെ വൈകുന്നേരമേ വരത്തുള്ളൂ. അങ്ങനെ ഇപ്പം നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. അവിടെ പിന്നെ കണ്ടതേ ഉള്ളൂ. ഇതിലെ അങ്ങോട്ട്
എന്തൊരു സന്തോഷമായിരുന്നു അറിയോ ഇവിടെ എത്തിയപ്പോൾ. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ കാണാനൊക്കെ ആഗ്രഹിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ വന്ന് കാണാനൊക്കെ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. ബോട്ടിലെ ആൾക്കാരെ കൊണ്ടുപോവുക. ഒരാൾക്ക് 400 രൂപ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. പ്രാവ് ഇഷ്ടം പോലെ അല്ലേ, എല്ലാം കൂടെ കൂട്ടമായിട്ട് പറന്നൊക്കെ പോകുന്നു. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മമ്മി ഒരു മഴക്കാറും ഒരു ഇടികുടുങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞേച്ച് ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു ബോട്ട് വരുന്നുണ്ട്. ഞാൻ ആ കണ്ട വീഡിയോയിലൊക്കെ ഉള്ളതുപോലെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പം ഒത്തിരി പ്രാവുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് പ്രാവുകളൊക്കെ ഉള്ളൂ. ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാം കൂടെ കൂട്ടമായിട്ടൊക്കെ പറന്ന് പോകുന്നുണ്ടായിരുന്നേ. യൂണിവേഴ്സിറ്റിയാ ഏ യൂണിവേഴ്സിറ്റിയാ ആഹാ എല്ലാം ബ്രിട്ടീഷ് കാറ്റ് പെട്ടെന്ന് അടിച്ചു പോയി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സർക്കിളൊക്കെ വരുമ്പോൾ എനിക്ക് ബോംബെ ഹൈക്കോർട്ട് ഇത് ഹൈക്കോർട്ടാണേ. അക്കു അതെടുത്തോ, എടുക്കുന്നുണ്ട് ഞാൻ കാണും. അതിന്റെ ബോർഡ് കാണാം. ഡബിൾ ഡെക്കർ ബസ് അതൊക്കെ ബസ് എനിക്ക് ഭയങ്കര വെയിലും ചൂടുമൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര തലവേദനയായിരിക്കുമേ. ബോംബെയിലൊക്കെ ഭയങ്കര വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഡോക്ടറോട് പ്രത്യേകം കാര്യം പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ആകെ 10 ദിവസമല്ലേ നിൽക്കുന്നത്. അതിനുള്ളിൽ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഓടി നടന്ന് കാണുകയും വേണം, പോകുകയൊക്കെ വേണ്ടതുകൊണ്ട് തലവേദനയൊക്കെ വന്ന് കിടന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ചെറിയതായിട്ട് തലവേദനയൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ദിവസം ഭയങ്കര തലവേദനയായിരുന്നേ. അന്ന് രാവിലെ എടുത്ത വീഡിയോ ആയത്. രാവിലെ പൂരി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ മമ്മി ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ഞാൻ പോയി കിടന്നു. പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അക്സ ബ്രെഡ് പക്കാവട. അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടേച്ച് വന്നപ്പം ആങ്ങള മേടിച്ചുകൊണ്ട് വന്നതാണ് ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ. പിന്നെ 3-4 ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതവിടെ വെച്ചാൽ വെറുതെ പുളിച്ച് എടുത്ത് കളയാണ്ട് വരുമല്ലോ, അതുകൊണ്ട് മമ്മി അത് ദോശ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് എടുത്ത വീഡിയോയാണ് ഇതൊക്കെ. ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നൊന്ന് കണ്ട് വീട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് നല്ല നല്ല ഐഡിയകളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളിച്ച് വെക്കാൻ പറ്റുന്ന പോലുള്ള ഐഡിയകളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന പോലെ തന്നെ തോന്നും. ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകളും എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലത്തായിട്ട് പല മോഡലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മമ്മി ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എന്നാലും മമ്മിക്ക് ഇവിടുത്തെ അടുക്കളയൊന്നും കണ്ടാലും മതിയാവത്തില്ല. മമ്മി എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് ഇവിടുത്തെ അടുക്കളയൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ എന്നും പറഞ്ഞ് മമ്മി പിന്നെ ഓരോന്നെല്ലാം തുറന്നൊക്കെ നോക്കുന്നുണ്ട്. എല്ലായിടത്തും ഓരോന്നാ, അരിയും പയറും ഒക്കെ വെക്കാൻ. വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നു. ഇവിടെ പാത്രം കഴുകാനും കഴുകി വെക്കാനും പിന്നെ ഇതിൻ്റെ മൂലയ്ക്ക് ഫ്രിഡ്ജ് വെക്കാനും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് കുറച്ച് വിലയും കൂടുതലാണ്. പിന്നെ ഇവിടെ കാണാൻ വരുന്നവരും സാധനം മേടിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. പുറത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്ത പല സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഏത് ഏജിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് കേട്ടോ ഇവിടുത്തെ വർക്കുകളൊക്കെ. ഇവിടെ എല്ലാ വകയും മേടിക്കാൻ കിട്ടും. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വീടിൻ്റെ മോഡൽ ആക്കി വെച്ചിട്ടില്ല അവിടെ കേട്ടോ നിന്നത്. ഇവിടെ എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണം എന്നൊക്കെ നോക്കി ഒരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക്. പിന്നെ കുറച്ച് പാചകക്കുറിപ്പുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് അക്കു എടുത്ത് വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കുക. അക്കുവും അക്സയും കൂടെ കുറേ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി നിന്നിട്ട്. ഇവരെ രണ്ടുപേരും കൂടെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ ഒത്തിരി നടക്കാനും ഉണ്ട്, ഒത്തിരി കാണാനും ഉണ്ട്. നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല, നല്ല രസമായിട്ട് കണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടുന്ന് ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകളൊക്കെ മേടിക്കാൻ പറ്റും. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട്.
ഇവിടുത്തെ ഫ്രിഡ്ജ് ഞാനൊന്ന് തുറന്ന് നോക്കിയേ. ഫ്രിഡ്ജിലും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഓരോന്നൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന മുട്ടയും മറ്റ് സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇവിടുത്തെ സ്റ്റോറേജ് ഐഡിയ അടിപൊളിയാണ് കേട്ടോ. കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തുമുള്ള ലിവിങ് റൂമും കിച്ചണും ബെഡ്റൂമും എല്ലാം ഓരോരോ ഡിസൈനിലും ഓരോരോ ഐഡിയയിലും ഒക്കെ ആട്ടോ ചെയ്തേക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കളർ കോമ്പിനേഷനാണ്. ഫർണിച്ചറുകൾക്കും എല്ലാം വ്യത്യാസമുണ്ട്. എല്ലാം നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഭിത്തിയോട് ചേർന്നിരിക്കും അല്ലേ? ആ വരുന്നേ ഗ്ലാസിന്റെ അടുപ്പാണ്. ഓബേദ ഇറങ്ങടാ, ഞങ്ങൾ പോവാ. ആ മമ്മി ഇവിടെ ഉണ്ട്. ആ മമ്മി ഒന്ന് മാറിക്കേ. മമ്മി മാറും. അക്സ ഒരു മിനിറ്റ് ഇച്ചിരി നീക്കടി. ആ മതി 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 മതി. പാമ്പ് പാമ്പ്. ആ നല്ല ഇതൊന്നും എടുത്തടി. നല്ല വലിപ്പമുള്ളതാ ഇത്. അയ്യോ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം 4 വശത്തേക്ക് ഓട്ടമായിരുന്നേ. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളെല്ലാം നോക്കലും എടുക്കലും ഒക്കെ ആയിരുന്നേ. അപ്പോൾ ഇത് നല്ല രസമില്ലടി കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. പിടിക്കാ, നേരെ പിടിക്ക്. ശരി, ചരിച്ച് പിടിച്ച്. ആ അങ്ങനെ അങ്ങനെ. കാണിച്ച പോലെ ഇടയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാണിച്ച പോലെ ഞെക്കുന്ന കാണിക്കും. നിർത്തിയിട്ട് പോയതല്ല കുഞ്ഞുണ്ണി. അത് വേണ്ട, അവിടെ വെച്ചാൽ ഐസ് അടച്ചു വെക്കാം. പെടലിയുടെ ഏത് ഭാഗം? നേരെ കിടക്കണം. നേരെ കിടക്ക്. അല്ല, കഴുത്തിന്റെ ഈ ജോയിന്റ് ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ സപ്പോർട്ട് വരും. ആ അങ്ങനെ. അതന്ന് പിങ്ക് കളറിലുള്ള ഈ ഒരു ബെഡ്റൂം നല്ല രസമില്ലേ? അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് പിങ്ക് കളർ കാണുമ്പോൾ ഒരു ഇഷ്ടം കൂടുതലല്ലേ? ഇതുപോലെ ഫോട്ടോ ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊലാജ്. അത് ഓരോരോ ഫോട്ടോ ഓരോരോ ആക്കിയിട്ട് വെക്കാനായിട്ട്. ഇവിടെ കാണുമായിരിക്കില്ല അതിന്റെ ഒരു പൂക്കളുടെ മേളം. പ്ലാസ്റ്റിക് അല്ല. ആ ഇത് ഒറിജിനലാ. നല്ല മണമുണ്ട്. മണത്ത് നോക്കിയേ. അത് ഒറിജിനലാണോ? അത് ഒറിജിനലാ.
ഈ കളർ നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇല്ല. നമ്മുടെ നാട്ടിലുള്ളതാ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ചെടി. ഇതിൻ്റെ പേരെന്തുവാ? ഇലച്ചെടിയാണ്. എന്തോ ചെടിയാണ്. ഇതാ അന്തൂരിയം എന്ന് പറയുന്നത്. ആ, ആന്തൂറി. അത് അതിൻ്റെ ഇതാ നല്ല കളറൊക്കെ വേറെ. നമ്പീശൻ പുല്ല് പ്ലാസ്റ്റിക്കാ. വിട്ടേ. ഇവിടെ പിന്നെ ഒരുപാട് പൂക്കളുണ്ട്, ഒറിജിനലും അല്ലാത്തതും എല്ലാം ആയിട്ട്. നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ, നല്ല കളറും എല്ലാം ആയിട്ട്. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും നടന്ന് മടുത്തു കേട്ടോ. പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് കാണാനൊക്കെ വേണ്ടി പോയത്. പിന്നെ മോമോസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.